ഇപ്പോൾ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. യുവനടിയുടെ പരാതിയിലാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിന്റേതാണ് നടപടി. ശ്രീധരനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് രഞ്ജിത്തിനെതിരെ. പുതിയ പരാതിയാണോ? അറസ്റ്റ് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പുതിയ പരാതിയാണ് നിമി. നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നേരത്തെ രണ്ട് പരാതികളുണ്ടായിരുന്നു. ഒന്ന് ബംഗാളി നടിയുടെ പരാതി, മറ്റൊന്ന് ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന പരാതി. ഈ രണ്ട് പരാതിയുമല്ല, പുതിയൊരു പരാതിയാണ്. കൊച്ചിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ്, ഒരു യുവനടിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കിടെ കൊച്ചി തൊടുപുഴയ്ക്ക് അടുത്ത് വെച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇദ്ദേഹം കസ്റ്റഡിയിലാണ്. ഉടൻ തന്നെ കൊച്ചിയിൽ നിന്നെത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സംവിധായകനെ കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പരാതികളിൽ അത് ഒത്തുതീർപ്പായതാണ്. മറ്റ് പരാതികൾ എല്ലാം ഒന്നും ഇല്ല എന്നുള്ള ധാരണയിലിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ യുവതിയുടെ പരാതി പോലീസിന് കിട്ടുന്നതും രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത്. IG-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇടുക്കി SP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് സംവിധായകൻ രഞ്ജിത്ത് ഉള്ളത് എന്നാണ് അറിയുന്നത്. അല്പസമയത്തിന് തന്നെ കൊച്ചിയിൽ നിന്നെത്തുന്ന പ്രത്യേക സംഘത്തിന് ഇദ്ദേഹത്തിനെ കൈമാറും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രമുഖരായ സംവിധായകനാണ്. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ നേരത്തെ വന്ന പരാതികൾ, അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ശ്രീധരൻ, ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു അതിക്രമം സംബന്ധിച്ച വാർത്തകൾ അങ്ങനെയൊന്നും കേട്ടിരുന്നില്ല. വളരെ രഹസ്യമായ പരാതി, രഹസ്യമായ ഒരു പോലീസ് നീക്കം, അങ്ങനെയാണോ കാണുന്നത്? ഇത് എപ്പോൾ നടന്ന സംഭവമാണ്? അങ്ങനെ വിശദാംശങ്ങൾ പോലീസിൽ നിന്ന് കിട്ടുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കൊച്ചി റേഞ്ച് IG നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നീക്കമെന്നും മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു. എന്നാൽ രണ്ട് പരാതികളുണ്ടായിരുന്നു. ഒരു ബംഗാളി നടിയുടേതുൾപ്പെടെയുള്ള പരാതികളും അതേ തുടർന്നുള്ള നടപടികളും എല്ലാം തന്നെ നമ്മുടെ പൊതുമധ്യത്തിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഭിന്നമായി ഉണ്ടായ ഒരു സംഭവമാണ്. യുവ നടിയാണ് ഫോർട്ട് കൊച്ചി അടിസ്ഥാനമാക്കി നൽകിയ പരാതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി ഉൾപ്പെടെ പോലീസ് ഈ പരാതിക്കാരിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ, നിർദ്ദേശത്തോടെ ഈ ഒരു നടപടിയിലേക്ക് ഇടുക്കി പോലീസ് കടന്നിരിക്കുന്നത്. ഒരു യാത്രാമധ്യയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിന് തന്നെ കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ, LDF-ന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട യാത്രക്കിടെ എന്നൊക്കെ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതേതായാലും അതിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഏത് യാത്രക്കിടെ, എവിടെ വെച്ച്, എങ്ങനെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുൾപ്പെടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, സംവിധായകൻ രഞ്ജിത്ത് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നിന്നെത്തുന്ന സംഘത്തിന് അദ്ദേഹത്തെ ഉടൻ തന്നെ കൈമാറും. ശരി ശ്രീധരൻ, തുടരണം. ഞാൻ ശ്രീധരനിലേക്ക് തിരിച്ചു വരാം.